കോടി രൂപയുടെ ഇളവ് പ്രഖ്യാപനം. അതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകമായ ഘടകം. അടുത്ത സാമ്പത്തിക വർഷം വ്യക്തിഗത ആദായ നികുതി ഇനത്തിൽ 2 ലക്ഷം കോടി രൂപയോളം അധികമായി കേന്ദ്രം സമാഹരിക്കും എന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നടപ്പ് വർഷം 12.5 ലക്ഷം കോടി രൂപയാണ് വ്യക്തിഗത ആദായ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാനം. എന്നാൽ ഇത് അടുത്ത വർഷം, അതായത് 2025-26 14.3 ലക്ഷം കോടി രൂപയാകുമെന്നാണ് സർക്കാരിന്റെ കണക്ക്. എന്ന് വെച്ചാൽ 1 ലക്ഷത്തിന്റെ ഇളവ് നൽകിയാൽ പോലും ആദായ നികുതിയിൽ കുറവല്ല, മറിച്ച് കുത്തനെയുള്ള വർധനമാണ് ലക്ഷ്യമിടുന്നത്. ശതമാന കണക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ 14.4% വർധനവ്. കോർപ്പറേറ്റുകൾ നൽകേണ്ട നികുതിയിൽ 10.4%, GSTയിൽ 10.9% വളർച്ച മാത്രമാണ് ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇളവുകൾ നൽകാത്ത ഈ 2 ഇനത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളർച്ച വ്യക്തിഗത ആദായ നികുതി ഇനത്തിൽ ലക്ഷ്യമിടുന്നു എന്ന് ചുരുക്കം. ഈ ബജറ്റിനെ വായിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇളവുകൾ കൂടി നൽകിയില്ലായിരുന്നുവെങ്കിൽ നികുതി കുത്തനെ കുതിച്ചു കയറിയേനെ.